സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി കൊണ്ട് കാത്തിരുന്നു കാലമതിങ്കൽ. അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി കൊണ്ട് കാത്തിരുന്ന കാലമതിങ്കൽ. ആർത്തിയെ കേട്ടവനെ ഞാൻ ആർത്തി ഘോഷിച്ചിടുവാൻ ആർത്തിയറിഞ്ഞവൻ തന്റെ വാർത്തയെ കേട്ടിയതാൽ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിലാവിയാലെ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. ആർക്കുമേകാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവെന്നും രാത്രിയോടെ കാത്തിരുന്നു ഞാൻ. ആർക്കുമേകാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവെന്നും രാത്രിയോടെ കാത്തിരുന്നു ഞാൻ. പാർത്തവനൻ ദുരിതങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥനകൾ തീർത്തവനൻ ദുരിതങ്ങൾ വാഗ്ദത്തത്തിനായി അവൾ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവം വിട്ടുമാറിപ്പോയാൽ എന്നൊരു വിഷയമാണ് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പുറപ്പുകളെ, മിസ്രയീം ലോകത്തിന് നിഴലാണ്. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന്, അന്യദൈവങ്ങളുടെ അവകാശത്തിൽ നിന്ന് മോശ മുഖാന്തരം ജനം വാഗ്ദത്ത ദേശത്തിലേക്ക് ഇറക്കി പുറപ്പെടുവിക്കപ്പെട്ടു. അവരുടെ മുൻപിലുള്ള ലക്ഷ്യം വാഗ്ദത്ത കനാൻ ആണ്. പുതിയ നിയമകാലത്ത് യേശു മുഖാന്തരം മിസ്രയീം എന്ന വ്യർത്ഥമായ പിതൃ പാരമ്പര്യങ്ങളിൽ നിന്ന് ജനം സ്വർഗസിയോൻ എന്ന വാഗ്ദത്ത പട്ടണത്തിലേക്ക് ഇറക്കി പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുന്നു. ഇറങ്ങിത്തിരിച്ചവർ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചവരുമാകിയാൽ അവർ ദൈവത്തെ വിട്ടുപിരിയാതിരിക്കേണ്ടവരാണ്. അവർ മത്സരികളും വെറുപെറുപ്പുകാരുമായി തീരരുത് എന്ന് ശക്തമായ മുന്നറിയിപ്പ് ദൈവവചനം നൽകുന്നു. ദൈവം നമ്മെ വിട്ടുമാറിയാൽ നമുക്ക് മുന്നിലുള്ള വാഗ്ദത്തത്തിലേക്ക് എത്തുവാൻ ഒരിക്കലും കഴിയില്ല എന്ന് മാത്രമല്ല, ശത്രു നമ്മെ തകർത്തു കളയുകയും ചെയ്യും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയരെ, ദൈവം നമ്മെ വിട്ടുമാറിയാൽ പിന്നെ നാം വാഗ്ദത്ത പ്രകാരം മുന്നോട്ട് പോകുവാൻ ആർക്കുമേ ഒക്കുകയില്ല. ദൈവത്തെ വെറുപ്പിക്കുന്ന സ്വഭാവങ്ങൾ നമ്മിൽ വ്യാപരിക്കുവാൻ ഒരിക്കലും നാം അനുവദിച്ചുകൂടാ. മത്സരമനോഭാവവും പിറുപിറുപ്പും വ്യാജമനോഭാവവും ദൈവത്തെ വേദനിപ്പിക്കുന്നതും കോപിപ്പിക്കുന്നതുമായ സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവങ്ങൾ ജീവിതശൈലിയാക്കി നടക്കുമ്പോൾ ഞങ്ങൾ ദൈവമക്കളാണ്, എനിക്കെൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് ധരിച്ചു നടക്കുന്നത് എത്രയോ പരിതാപകരമായ അവസ്ഥയാണ് എന്ന് തിരിച്ചറിയണം. ദൈവം വിട്ടുമാറിയത് പലപ്പോഴും അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. അപ്പോഴും ഞാൻ ദൈവത്തോടൊപ്പമാണ്, ദൈവം എൻ്റെ കൂടെയാണ് എന്ന് ധരിച്ചാണ് ചില പ്രവൃത്തികൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഫലമോ നിരാശയും തകർച്ചയുമായിരിക്കും. ഇന്ന് അനേക വിശ്വാസികളുടെ നിലവാരം ഈ നിലയിലുള്ളതാണ്. ഇതിനുദാഹരണമാണ് ഈ സംഭവകഥ. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ആ ജനം സീനായിലെത്തി.
അവർ അവർക്കുള്ള വാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെട്ടു പോകുന്നവരാണ്. എന്നാൽ ഈ യാത്രയിൽ അവർ മത്സരികളും ദുരാഗ്രഹികളുമായി തീരുകയും പെറുപുറത്തുകൊണ്ട് നടന്ന് ദൈവത്തെ കൂട്ടാക്കാതെ നടക്കുകയും ചെയ്തു. ദൈവം അവരെ നടത്തിക്കൊണ്ട് വന്നതും അത്ഭുതകരമായി പരിപാലിക്കുന്നതും ഒക്കെ അവർ മറന്നു. ദൈവിക നടത്തിപ്പിനെ അവർ വില കുറച്ച് കാണുന്നവരായി. 10 പ്രാവശ്യത്തോളം അവർ ദൈവത്തോട് മത്സരിക്കുകയും കലഹിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സംഖ്യാപുസ്തകത്തിലുണ്ട്, എന്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല, എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. പ്രിയരെ, മരുഭൂമിയിൽ വെച്ച് 10 പരിശോധനകളിലും അവർ പരാജയപ്പെട്ടു പോയി. മത്സരികളോട് ദൈവം മോശെ മുഖാന്തരം പറഞ്ഞു, നിങ്ങൾക്കുള്ള വാഗ്ദത്തത്തിൽ നിങ്ങൾ പ്രവേശിക്കപ്പെടുകയില്ല. എന്നാൽ ദൈവകോപത്തെക്കുറിച്ച് അറിഞ്ഞ ജനം അനുതാപമില്ലാത്ത മാനസാന്തരത്തിന്റെ വക്താക്കളായി അവർ വാഗ്ദത്ത ദേശത്തേക്ക് കടക്കും എന്ന് അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയായിരുന്നു അവിടെ ചെയ്തത്. ഞങ്ങൾ ദൈവത്തോട് അടുക്കുകയാണ്, ഞങ്ങൾ ദൈവത്താൽ ആ വാഗ്ദത്തം നേടിയെടുക്കും എന്നാണ് അവർ തീരുമാനിക്കുകയും വിളിച്ചു പറയുകയും ചെയ്തു. അതിനുവേണ്ടി അവർ തീരുമാനിച്ചു, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ നടത്തുകയും ചെയ്തു. പശ്ചാത്തപിക്കാതെയുള്ള ഒരു മടങ്ങിവരവ്, അനുതാപമില്ലാത്ത മാനസാന്തരം, ഏറ്റുപറച്ചിൽ, ഉപേക്ഷിക്കലില്ലാത്ത നിരപ്പ് പ്രാപിക്കൽ, പ്രിയരെ, ഒരിക്കലും ദൈവം അംഗീകരിക്കുകയില്ല. ഒരു താൽക്കാലിക മാനസാന്തരം നടത്തുന്നതിൽ കൂടെ പലരും ചിന്തിക്കുന്നത് ദൈവം നമുക്ക് അനുകൂലമായി, ഞാൻ ദൈവത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഇതേ നിലയിലാണ് മോശയിൽ കൂടെ ദൈവശബ്ദം കേട്ട ജനം പ്രതികരിച്ചത്. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, പിറ്റേന്ന് അവർ അതികാലത്ത് എഴുന്നേറ്റു, ഇതാ യഹോവ ഞങ്ങൾക്ക് ചൊല്ലിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറിപ്പോകുന്നു, ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് മലമുകളിൽ കയറി. അപ്പോൾ മോശ, നിങ്ങൾ എന്തിന് യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നു? അത് സാധ്യമാകുകയില്ല. ശത്രുക്കളാൽ തോൽക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്, യഹോവ നിങ്ങളുടെ മധ്യേ ഇല്ല. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന് 40, 41, 42 വാക്യങ്ങളാണ് ഈ വായിച്ചു കേട്ടത്. എന്നാൽ ദൈവജനം മോശയെ കൂട്ടാക്കാതെ വാഗ്ദത്തം പ്രാപിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഫലമോ, ശത്രുക്കളാൽ അവർ പരാജിതരായി, ശത്രുക്കളാൽ അവർ തകർക്കപ്പെട്ടു, ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് അവർ തോറ്റോടി. സംഖ്യാപുസ്തകത്തിൽ വീണ്ടും വായിക്കുന്നു, എന്നിട്ടും അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി. യഹോവയുടെ നിയമപെട്ടകവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ല താനും. എന്നാറെ മലയിൽ പാർത്തിരുന്ന അമാല്യക്കരും കനാന്യരും ഇറങ്ങി വന്ന് അവരെ തോൽപ്പിച്ചു, ഹോർമ വരെ അവരെ ചിഹ്നിച്ച് ഓടിച്ചു കളഞ്ഞു. 44-ാമത്തെ 45-ാമത്തെ വാക്യമാണ്. ഉടപ്പുറപ്പുകളെ, വാഗ്ദത്തത്തിന്റെ പടിക്കൽ വന്നിട്ടും വാഗ്ദത്തം കൈവശമാക്കാൻ കഴിയാതിരുന്നതിന് കാരണം ദൈവശബ്ദത്തെ അവർ നിരസിച്ചു, ഉപദേശങ്ങളെ അവർ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ്. മത്സരവും പിറുപിറുപ്പും നിമിത്തം അവർ ദൈവത്തെ കോപിപ്പിച്ചു. 10 പ്രാവശ്യം പരിശോധനകളിൽ അവർ പരാജയപ്പെട്ടു. ദൈവം അവരെ ഉപേക്ഷിച്ചു കളഞ്ഞു. യഥാർത്ഥമായി മാനസാന്തരപ്പെടാതെ അവർ വാഗ്ദത്തത്തിൽ കയറില്ല എന്ന് ദൈവം പറഞ്ഞപ്പോഴും അവർ അന്യാരാധനയും അനുസരണക്കേടും ഉപേക്ഷിച്ചില്ല. മത്സരികൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കേണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. അവർ മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാനാണ് ദൈവം അവരോട് ആവശ്യപ്പെട്ടത്. ദൈവത്തിന്റെ വചനത്തിൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു, എന്നാൽ അമാല്യക്കരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നത് കൊണ്ട് നിങ്ങൾ നാളെ ചെങ്കടലിലേക്കുള്ള വഴിയായി മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകുവീൻ. സംഖ്യ 14-25-ാമത്തെ വാക്യം. മടങ്ങി മരുഭൂമിയിലേക്ക് തന്നെ പോകാൻ നിർദ്ദേശം ലഭിച്ചെങ്കിലും അവർ ശാഠ്യത്തോടെ വാഗ്ദത്ത ദേശത്തേക്ക് ഞങ്ങൾ കയറും എന്ന് പ്രഖ്യാപിച്ച് അധികാലത്ത് എഴുന്നേറ്റ് കയറിപ്പോയെങ്കിലും പ്രബലരായ ശത്രുക്കൾ മത്സരികളായ ഈ ദൈവജനത്തെ തോൽപ്പിച്ചോടിച്ചു. ജനം മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ദൈവകോപത്താൽ മരുഭൂമിയിൽ അവർ ചത്തൊടുങ്ങേണ്ടി വന്നു. ഇറങ്ങിത്തിരിച്ചവരിൽ
ദൈവശബ്ദത്തിന് അനുസരണം വരുത്തിയ 2 പേർ മാത്രം വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. കൂടപ്പിറപ്പുകളെ, ദൈവം നമ്മെ വിട്ടുമാറിപ്പോകുന്ന ഒരു സ്വഭാവ രീതികളും മത്സര മനോഭാവവും ശാഠ്യവും നമ്മിൽ ഉണ്ടാകരുത്. ദൈവത്തോടും നടത്തുന്നവരോടും പിറുപിറുക്കുകയും എതിർക്കുകയും ചെയ്യരുത്. ദൈവം കൂടെയില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ദൈവം കൂടെയുണ്ട് എന്ന് കരുതി മുന്നോട്ട് പോകരുത്. യഥാർത്ഥമായി മാനസാന്തരപ്പെടുക, അനുതപിച്ചേറ്റു പറയുക. ദൈവം നിങ്ങളോട് പോക എന്ന് പറഞ്ഞാൽ പോകണം. നിങ്ങൾ പോകയില്ല എന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പോകുവാൻ സാധ്യമല്ല. ആകയാൽ നമ്മളോടൊപ്പം ദൈവമുണ്ട്. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ യഥാർത്ഥമായി അനുസരിക്കുന്നു. യഥാർത്ഥമായി ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു, അനുതപിച്ച് ഏറ്റുപറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തിപ്പ് ഞങ്ങൾക്ക് വേണം. കർത്താവെ, കണ്ണുനീരോടുകൂടി താഴ്മയുള്ള ഹൃദയത്തോടുകൂടി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളോട് ഇനിയും സംസാരിക്കണമേ, ഇടപെടണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഉടപ്പുറപ്പുകളെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം, പ്രാർത്ഥിക്കാം. നമ്മുടെ യാത്ര സഫലമാകട്ടെ. നമ്മുടെ വാഗ്ദത്തം നിറവേറ്റപ്പെടുവാൻ, അത് പ്രാപിച്ച് അനുഭവിപ്പാൻ ഇടയായിത്തീരട്ടെ. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം, ഈ സമയം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നൽകി തന്നിരിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ വിട്ടുമാറിപ്പോകുന്ന ഒരു അനുസരണക്കേടും അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാൻ, ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ, ഉറപ്പോടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ, ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടാൻ, ദൈവം തനിക്ക് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചനുഭവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ കർത്താവേ. ഇന്ന് പകലിൽ അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപ ഉയർത്തുന്നു ധാരാളമായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാത്തവർ ഇന്ന് പകൽ സൗഖ്യപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെടേണ്ടവർ ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വഴി തുറക്കപ്പെടേണ്ടവർക്ക് ഇന്ന് പകൽ വഴി തുറക്കപ്പെടട്ടെ. ദൈവശബ്ദം കേൾക്കുവാനുള്ളവർ ഇന്ന് പകൽ ദൈവശബ്ദം കേൾക്കട്ടെ. സ്വർഗ്ഗം ഞങ്ങളുടെ നടുവിൽ വലിയ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കൂട്ടായ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണം, വഴി നടത്തണമേ കർത്താവ്, വളരുമാറാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവെന്നോടെ കാത്തിരുന്നു ഞാൻ. ആർക്കുമേകാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവെന്നോടെ കാത്തിരുന്നു ഞാൻ. പാർത്തവരണ്ടു